നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ നമ്മളൊരു കാണുന്നൊരു കേരളത്തിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് ഒരു പാർട്ടി കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലിരിക്കുന്നു, മന്ത്രി കസേരയിലിരിക്കുന്നു. ഈ രണ്ട് ഗവൺമെൻറ്റുകളും വിരുദ്ധ ഗവൺമെൻറ്റുകളാണ്, പരസ്പരം ഒരിക്കലും അടുക്കാത്തതാണ്. BJP ഗവൺമെൻറ്റിൽ ഒരു പാർട്ടി മന്ത്രിസ്ഥാനത്തിരിക്കുന്നു, അതേ പാർട്ടി തന്നെ പിണറായി ഇടതു മുന്നണി സർക്കാരിലും ഇരിക്കുന്നു എന്നുള്ളത് വളരെ വൈരുദ്ധ്യമാണ്. രാഷ്ട്രീയത്തിലൊരു വൈരുദ്ധ്യമാണ് നമ്മളുടെ കേരളത്തിൽ. ഇത് വല്ലാതെ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെ നിൽക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റും CPM ഒക്കെ. അതായത് ജനതാദൾ എസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജനതാദൾ എസിൻ്റെ കുമാരസ്വാമി കേന്ദ്രത്തിൽ മന്ത്രിയാണ്. അതേ കുമാരസ്വാമിയുടെ പാർട്ടിയിൽപ്പെട്ട കൃഷ്ണൻകുട്ടി ഇവിടെ കേരളത്തിലും മന്ത്രിയാണ്. രണ്ടുപേരും മത്സരിച്ചത് ഒരേ ചിഹ്നത്തിലാണ്, കാരണം പാർട്ടിയുടെ ചിഹ്നത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് ഇതൊരു വലിയ വിഷയമായിട്ട് കേരളത്തിലുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ മന്ത്രിമാരെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പിണറായി വിജയനും അല്ലാതെ ഗവൺമെൻറ്റും അല്ലാതെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകും? ഇതെങ്ങനെ ഈ വൈരുദ്ധ്യത്തെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? പ്രതിപക്ഷം ഇതിനെ മുതലെടുക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്തുള്ള RJD എന്നുള്ള പാർട്ടിയും ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ജനതാദൾ അല്ല, മോദി സർക്കാരിൽ ഇരിക്കുന്നവർക്ക് പോലും ഇവിടുത്തെ ഗവൺമെൻറ് വലിയ പരിഗണന കൊടുക്കുമ്പോഴും ഞങ്ങൾക്ക് പരിഗണന തരുന്നില്ല എന്നവർ പറയുക. അങ്ങനെ ഒരു ഘടകകക്ഷി തന്നെ അതിനെ പരോക്ഷമായി കളിയാക്കുന്ന തരത്തിൽ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു സർക്കാരിൽ. അതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു അവസ്ഥ. എന്തായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച്, അതെങ്ങനെ പരിഹരിക്കപ്പെടും, എന്താണ് അതിൻ്റെ കാര്യം പറയാനുള്ളത്? തമ്പി, വെരി സിമ്പിൾ. എങ്ങനെയാണ് സിമ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുന്നില്ല? ആ സിമ്പിൾ എങ്ങനെയാണ്? LDF സംബന്ധിച്ചിടത്തോളം ഇത് പുതുസല്ലേ? ഇതൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കേരള there was a party called NCP which was in alliance with BJP in the northeast states, but it was in the Congress ministry in the central, and it was also there in the LDF ministry in Kerala. പക്ഷേ അത് രണ്ടായിട്ട് പോയില്ലേ, അത് പരിഹരിക്കപ്പെട്ടില്ലേ? പറ്റേ അത് രണ്ട് പാർട്ടിയായി അല്ല, അത് അവസാന നിമിഷം വരെ എങ്ങനെയായിരുന്നു? രണ്ടായ കണ്ടില്ല, രണ്ടായി കണ്ടളവ് ഉണ്ടായ ഇണ്ടളവ്. അണ്ണന് കൊള്ളാം, മലയാളം കന്നേ പിടിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനല്ലേ അണ്ണൻ കേട്ടിട്ടുള്ളൂ. ഇത് മൂന്നായിരുന്നു, ഒരേ സാധനം മൂന്നെണ്ണായിട്ട് 3 തരം മിനിസ്ട്രി ഒരേ സമയം ഇന്ത്യയില്. അതാണ് സാഗ്മയുടെ പാർട്ടി ആയിരുന്നു NCP എന്നുള്ള പാർട്ടി. അന്ന് പിണറായി വിജയൻ അല്ല, സാക്ഷാൽ പുന്നപ്പ വയല സമരനായകൻ, ചങ്ക്, കണ്ണ്, കരള് ആയ VS ആയിരുന്നു മുഖ്യമന്ത്രി. പിണറായി വിജയൻ ഏറ്റവും ശക്തനായ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ പാർട്ടി സെക്രട്ടറി. സ്റ്റാലിനും മാവോയ്ക്കും ശേഷം ആ സമയത്ത് അത് സംഭവിച്ചു, എന്നിട്ടും സംഭവിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പുതിയ കാര്യമൊന്നല്ല. അപ്പൊ പൊളിറ്റിക്സിൽ ഈ വൈരുദ്ധ്യം പറയുന്നതും BJPയെയും മോദിയെയും എതിർക്കുന്നതും ഒക്കെ അതിനകത്തൊരു പൊളിറ്റിക്സിന് വേണ്ടി എതിർക്കുന്നതാണ്. കാര്യങ്ങളൊന്നുമില്ല, കാര്യം നേടാൻ അവരെ എവിടെയും നമ്മൾ ഒരുമിച്ച് കൂട്ടാം എന്നുള്ളതാണോ അതിന്റെ പൊളിറ്റിക്സിലെ ഒരു ധാർമ്മികതയ്ക്കും അതൊരു പ്രശ്നമല്ലേ? പൊളിറ്റിക്സിൽ പ്രായോഗികതയാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പണ്ട് മായാവതിനെ ഇന്ദിരാഗാന്ധിക്കെതിരെ, അതായത് കോൺഗ്രസിനെതിരെ ഇവിടെ ഇടതുപക്ഷം എല്ലാം കൂടെ എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ ഈ കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് BJPയും CPM CPI എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നില്ല പണ്ട് VP സിംഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. BJP ഈ രീതിയിൽ വളർത്തിയ സോഷ്യലിസ്റ്റുകളല്ലേ. അപ്പോൾ ഈ പ്രായോഗികതയാണ് രാഷ്ട്രീയം. നിലനിൽപ്പും പ്രായോഗികതയും തന്നെയാണ് പ്രധാനം. അതില്ലെങ്കിൽ ഇവിടെയുള്ള ഈ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തന്നെ പറ്റുമോ? അവരാരും തന്നെ അവരുടെ തുടക്കത്തിൽ നിന്ന് ഈ ഭരണഘടന അംഗീകരിച്ച ആളുകളെ അല്ല. പിന്നെ അവർക്ക് പ്രവർത്തിക്കണമെന്നുള്ള ഒരു അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല രൂപത്തിൽ പുറത്ത് വരാറുണ്ട്, അത് പൂർണ്ണമായും ഡൈജസ്റ്റ് ചെയ്യാത്തതിൻ്റെ. ഇപ്പം തന്നെ മാവോയിസ്റ്റുകൾ ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്ത് അവർ അംഗീകരിച്ചു. അവർ ഇലക്ഷനൊക്കെ മത്സരിച്ചു. പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് ബേസിക്കലി ഈ ജനതാദളിലൊക്കെ മുന്നണിയിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജനതാദളിൽ ഈ പറഞ്ഞ ഇന്ദിരയ്ക്കെതിരെയുള്ള കോയലീഷൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ LDF എന്ന സംവിധാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ദിര ഒരു ശത്രു എന്നല്ല, ഇപ്പോൾ ശത്രുവായി BJP എമേർജ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കോയലീഷൻ്റെ പ്രസക്തിയെ പോയി. കാരണം ഇവരെല്ലാവരും ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. നിങ്ങൾ ശത്രു BJP ആണ് ദേശീയ തലത്തിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്തത്. പക്ഷേ കർണാടകയിൽ ഇവർ പല സമയം നിന്ന് BJPയുടെ കൂടെയാണ്. ആകപ്പാടെ ഈ മുലായവും ലാലും മാത്രമാണ് കൺസിസ്റ്റൻ്റായി BJP എതിർത്തിട്ടുള്ളൂ. അപ്പം പല സമയത്തും ഇങ്ങനെ ദേശീയ നേതൃത്വം വേറെ നിലപാടെടുക്കും. കേരളത്തിൽ ജനതാദൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിലേതെങ്കിലും ഒരു റീസേരോ ഏതെങ്കിലും ഒരു കഷ്ണം BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കാതിരിക്കല്ലോ, അവരെ കൂടെ കൂടി ഞങ്ങൾ അതിൻ്റെ കൂടെ എന്ന് പറയും. ഇപ്പോൾ ഈ ഇലക്ഷൻ നിയമങ്ങൾ ശക്തിപ്പെട്ടാണ് പ്രശ്നമായത്. എളുപ്പം അങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ
അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില മീനുകളുണ്ട്, ആ മീനിൻ്റെ കൂടെ ആണുങ്ങളില്ലെങ്കിൽ ഒരു പെണ്ണ് മീൻ ആണാവും. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിന് എന്താണ് സെർച്ചിങ് ഫോർ മെൻ ഒരു സിനിമ ഉണ്ട്, അതിലെ നായകനൊരു മീനുണ്ട്. ആ മീനിൻ്റെ വംശത്തോടെ മീനങ്ങനെ ആണില്ലാതായി കഴിഞ്ഞാൽ ഒരു പെണ്ണാണായിട്ട് മാറും. അതുപോലെ ഇവരെന്ത് കേരളത്തിലെ പ്രത്യേക പാർട്ടി കൊണ്ടായി മാറും. കേരളത്തിൽ എന്തുകൊണ്ട് പ്രത്യേക പാർട്ടിയായി മാറുന്നത് വെച്ചാൽ കേരളത്തിൽ BJPക്ക് ഇതുവരെ വലിയ സ്കോപ്പൊന്നുമില്ല. ഇനി BJP വല്ല സ്കോപ്പ് ഉണ്ടായി പറഞ്ഞാൽ BJP ഞാനൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, BJPയുടെ കൾച്ചർ നാഷണലിസോ അത് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അവർ പുതിയ എൻ്റെ തീയതിയൊക്കെ അവരെടുത്തിട്ട് അവർ വലിയ BJPൻ്റെ കൂടെ സഖ്യം കൊടുക്കും. അത്രയേ ഉള്ളൂ. കേരളത്തിൽ എന്തുകൊണ്ട് ഇവർ BJP വിരുദ്ധത കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ BJP വല്ല ശക്തിയല്ല. കർണാടകയിൽ എന്തുകൊണ്ട് ഫ്രണ്ട്ലി ആവുമെന്ന് വെച്ചാൽ കർണാടക BJP വലിയ ശക്തിയാണ്. ഇത്രയേ ഉള്ളൂ, പ്രാക്ടിക്കൽ പൊളിറ്റിക്സേ ഉള്ളൂ. അല്ല, എന്നാലും ഇവിടെ എനിക്കിപ്പോഴും പിടികിട്ടാത്തത് എങ്ങനെ നേരത്തെ ഈ VSന്റെ കാലഘട്ടത്തിൽ നടന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഇപ്പോഴും തുടർന്നു പോകാനുള്ള സാധ്യത കാരണം കുമാരസ്വാമി അവിടെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരായിട്ടും BJP ഫാസിസ്റ്റ് പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് BJP എതിർത്തുകൊണ്ടിരിക്കുമ്പോഴും എങ്ങനെയാണ് അതേ പാർട്ടിയിൽപ്പെട്ട ഒരാളിനെ ഇവിടെ അവർക്ക് ഉൾക്കൊള്ളാൻ? നമ്മൾ പുതിയ സിദ്ധാന്തം വൈരുദ്ധ്യാത്മക തൃത്വം. ഭൗതികവാദം കണ്ടില്ല, വൈരുദ്ധ്യവാദത്തിൽ രണ്ടേ ഉള്ളൂ. ഇത് വൈരുദ്ധ്യാത്മക തൃത്വമാണ്. 3 മുന്നണിയിലുണ്ടാവും, 2 എണ്ണത്തിലല്ല, 3 മുന്നണിയിൽ. അതേ പുതിയ സിദ്ധാന്തം ജനതാദളുകാർ ഉണ്ടായിക്കോളൂ. അത് സെക്യുലറിസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. BJPയുടെ കൂടെ ഗവൺമെന്റ് ഒക്കെ BJPയുടെ രഹസ്യങ്ങൾ ചോർന്ന് കിട്ടും. അത് ഉപയോഗിച്ച് അവരെ നശിപ്പിക്കാൻ പറ്റും. അത് CPMനും കോൺഗ്രസിനും കൊടുക്കാൻ പറ്റും. പക്ഷേ അത് സംഭവിക്കില്ലല്ലോ. കാരണം തിരിച്ച് BJP ഇവരെ വിടുകയും ഇവരെ നശിപ്പിക്കുകയും ചെയ്യാൻ പോകുന്നു. അത് വേറെ കാര്യം. എങ്ങനെ പറഞ്ഞിരിക്കാൻ സിദ്ധാന്തമല്ല ആവശ്യമോ? ഇങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തം ഉണ്ടാക്കാം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഇതേപോലെ NCP ചെയ്തിട്ടില്ലേ? നമ്മളെല്ലാം കൂടി അല്ലേ ഇതേപോലെ കോൺഗ്രസിന് അടിച്ചൊടിച്ചത് പണ്ട്. അതുകൊണ്ട് ഇത് പുതിയ കാര്യമൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ നിലനിൽപ്പാണ് പ്രശ്നം. പിന്നെ ഈ ജനതാദളൊരു പണ്ടത്തെ ശക്തിയൊന്നും ഇപ്പം അല്ല. പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയൻ അവരൊക്കെ നിലനിർത്തുന്നു വെച്ചാൽ ഈ പറഞ്ഞ ജനതാദളിൽ കർണാടകയിലൊക്കെയുള്ള സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ ഈ കർണാടകയിലുള്ള സ്വാധീനം കൊണ്ട് അത് സ്റ്റേറ്റിൻ്റെ ഒരു ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാം, അത് പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കാരണം കർണാടകയിലെ പാർട്ടി അതൊന്നുമല്ല. ഇതിങ്ങനെ തന്നെ ഒന്ന് വലിയ തട്ടുകേടില്ലാതെ ഇങ്ങനെ ഒരു കണ്ണടച്ച് നമ്മളങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ RJDയുടെ ഒരു വിമർശനത്തിന് അല്ല, ആരും എൻഡ് ചെയ്യാൻ പോകുന്നു. ഇവിടെ ശക്തന്റെ വോയിസ് മാത്രമേ ആളുകൾ കേൾക്കുള്ളൂ. നിങ്ങൾ എത്ര മഹാനായിട്ട് കാര്യമില്ല, നിങ്ങൾ വിജയിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആളാവുള്ളൂ. ഇപ്പം തന്നെ പിന്നെ ആരായി നരേന്ദ്രമോദി. ഇപ്പം പണ്ടത്തെ നരേന്ദ്രമോദിക്ക് വലിയ ക്ഷീണം പറ്റിയില്ല, എനിക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയാം. കാരണം BJP ഒരു പണി കൊടുത്തതേ ഉള്ളൂ. പക്ഷേ എന്താണ് നാട്ടുകാരെ കണ്ട് ഇപ്പോഴത്തെ മുമ്പ് പഴയ ശക്തി ഇല്ല. അപ്പോൾ മലയാളത്തിലെ കേരളത്തിലെ പത്രങ്ങൾ എടുത്ത് നോക്കൂ. മോഡി ക്ഷീണിച്ചു, മോഡി പ്രഭാവം മങ്ങി. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിജയമാണ്. ഇപ്പോൾ 400 സീറ്റ് കിട്ടിയാലും ഒറ്റ അക്ഷരം മിണ്ടില്ലായിരുന്നു. ഇപ്പം പലരും മോഡി അവസാനം പറയായിരുന്നു. അപ്പം നമ്മളെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ മോഡി ചെയ്യുന്ന രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ നല്ലതെന്ന് പറയുമ്പോൾ നമ്മളെ പിടിച്ച് സംഖ്യയൊക്കെ നടക്കുന്ന ആളുകൾ. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതല്ല കേട്ടിട്ടുണ്ട്. അപ്പം അതല്ല കാര്യം. പക്ഷേ ഇവർ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറയായിരുന്നു. അയാൾ അങ്ങനെ കാണുന്ന സംഭവമാണ് കേട്ടോ, ജനങ്ങൾ വെറുതെ അയാളെ തിരഞ്ഞെടുക്കുമോ എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. ഇപ്പം എന്താ അങ്ങനെയല്ല, കണ്ടോ ഇന്ത്യയിലെ ജനങ്ങളുടെ ശക്തി ഉണ്ടോ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ വിജയിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ CPMന്റെ കൂടെ മുന്നണിയിൽ ഇപ്പോൾ ഇവർ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർണാടകയിലൊക്കെ ഇവർക്കുള്ള ശക്തിയോടെ അല്ല, കേരളത്തിലുള്ള ശക്തിയോടൊന്നല്ല. അപ്പോൾ കർണാടകയിലേക്ക് ഇവർക്കുള്ള ശക്തി എന്ന് വെച്ചാൽ അത് പിന്നെ പാർട്ടിക്കൊക്കെ ഗുണം ചെയ്യും. ഇപ്പോൾ അവർ BJP മിനിസ്റ്റർ ചെയ്യുന്ന അതും നല്ലതാണ്. എന്തെങ്കിലും ഫണ്ടൊക്കെ മേടിച്ചെടുക്കണ്ടേ, അതിനൊക്കെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നല്ല. ഇതിനകത്ത് വേറൊരു ആംഗിളും കൂടെ ഉണ്ട്. അതായത് ഈ എല്ലാ പാർട്ടിയും കൂടെ ഒരുമിച്ച് കൂട്ടാൻ CPM ഒരു ശ്രമം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ NCP, RJD, ജനതാദൾ എസ്, പിന്നെ RSP ലെനിനിസ്റ്റ്, കേരള കോൺഗ്രസ് B, ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു പാർട്ടിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുണം CPMനല്ലേ. കാരണം പിന്നെ ഓരോരുത്തർക്കും ഓരോ മന്ത്രിസ്ഥാനം കൊടുക്കണ്ടല്ലോ. 2 മന്ത്രിസ്ഥാനം ഒരു പാർട്ടിക്ക് 1-2 മന്ത്രിസ്ഥാനം കൊടുത്ത് ഒതുക്കാമല്ലോ. അങ്ങനെ ഒരു ഉദ്ദേശം നല്ല കാര്യമല്ലേ. ഒരു വർഷത്തേക്ക് ഒരു മന്ത്രി പണ്ട് BC കബീർ എന്ന് പറഞ്ഞ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. മൂപ്പരല്ലേ കേരള കോൺഗ്രസ് ആയിരുന്നു. ആ മൂപ്പരൊരാകെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും മന്ത്രിയാണ്. അങ്ങനെ 4-6 മാസത്തേക്ക് മന്ത്രിയായി കൊടുത്തു. നല്ല സുഖമല്ലേ. പിന്നെ കുടുംബക്കാർക്കൊക്കെ പറയാമല്ലോ മൂപ്പര് മന്ത്രിയായിരുന്നു. അങ്ങനെ ഇവർക്കൊക്കെ അത്രയൊക്കെ മതി. അല്ലാതെ ഇവർ പല ആളുകൾ അഴിമതിക്കാരൊന്നല്ല. ഇവർക്ക് മരിക്കുന്ന സമയത്ത് വെക്കാനും നാട്ടിലൊരു ഗമയ്ക്ക് ഒരു മന്ത്രിയുടെ കാറ്, പിന്നെ പല തലമുറകൾക്ക് പറയാം മിനിസ്റ്ററായിരുന്നു, അപ്പൂപ്പൻ മിനിസ്റ്റർ ആയിരുന്നു എന്ന് പറയാം, അച്ഛൻ മിനിസ്റ്റർ ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ചർച്ചയിൽ നിന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോവും, വലിയ കുഴപ്പമൊന്നുമില്ല, തട്ടുമുട്ടില്ലാതൊക്കെ പോവും. ഈ ജനതാദൾ അവിടെ ഇവിടെ 2 മന്ത്രിയായിട്ട് നിന്നുകൊണ്ട് BJP സർക്കാരിലും ഒരു മന്ത്രി, കേരള സർക്കാരിലും ഒരു മന്ത്രിയായിട്ട് അങ്ങനെ പോവും. അത് രാഷ്ട്രീയമാണ് എന്ന് കവലയിൽപ്പെടാത്ത സെക്യുലറിസം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും.